കാരശ്ശേരി പഞ്ചായത്തിന്റെ ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം അതിന്റെ നിർമ്മാണ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് നടപടിയുമായി ഭരണസമിതി. പ്രധാനമായും ദീർഘദൂര യാത്രക്കാർക്ക് സഹായകരമാകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സർക്കാരും സ്വച്ഛ് ഭാരത് മിഷനും കാരശ്ശേരി പഞ്ചായത്തും ചേർന്ന് നിർമ്മിച്ച വഴിയോര വിശ്രമ കേന്ദ്രം അതിന്റെ ലക്ഷ്യത്തിലെത്താതിരുന്നതോടെയാണ് പുതിയ ഭരണസമിതി നടപടിയുമായി മുന്നോട്ട് വന്നത്. കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയോരത്ത് മാടാമ്പുറത്ത് നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രം അതിൻ്റെ നിർമ്മാണ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് നടപടിയുമായി കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത്. പ്രധാനമായും ദീർഘദൂര യാത്രക്കാർക്ക് സഹായകരമാകുക എന്ന ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി സർക്കാരും സ്വച്ഛ് ഭാരത് മിഷനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് വഴിയോര വിശ്രമ കേന്ദ്രങ്ങൾ നിർമ്മിച്ചിരുന്നത്. എന്നാൽ കാരശ്ശേരിയിലേതുൾപ്പെടെ യാത്രക്കാർക്ക് പ്രയോജനപ്രദമായിരുന്നില്ല. വലിയ തുകയ്ക്ക് സ്വകാര്യ വ്യക്തികൾക്ക് ഹോട്ടൽ നടത്തുന്നതിന് വിട്ടു നൽകിയതോടെ ഇവിടുത്തെ ശുചിമുറിയും മുലയൂട്ടൽ കേന്ദ്രവുമെല്ലാം ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വരുന്നവർക്ക് മാത്രമായി മാറുകയായിരുന്നു. ഇതോടെയാണ് പുതിയ ഭരണസമിതി ഇത് യാത്രക്കാർക്കും നാട്ടുകാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്നതിന് പദ്ധതി ആവിഷ്കരിച്ചത്. ഇതിൻ്റെ ഭാഗമായി വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ നടത്തിപ്പ് കുടുംബശ്രീയെയും ഹരിതകർമ്മസേനയെയും ഏൽപ്പിക്കും. വിശ്രമ കേന്ദ്രത്തിൻ്റെ പരിസരത്ത് ചെടികൾ വെച്ച് പിടിപ്പിക്കുകയും ഓപ്പൺ ജിം സ്ഥാപിക്കുകയും ചെയ്യും. യാത്രക്കാർക്ക് വിശ്രമിക്കുന്നതിനും സൗകര്യമൊരുക്കും. ചെറിയ കാഫ്റ്റീരിയയും ഒരുക്കി മാതൃകാ കേന്ദ്രമാക്കി മാറ്റുകയാണ് പഞ്ചായത്ത് ലക്ഷ്യം വയ്ക്കുന്നത്. മുകൾ നിലയിൽ വനിതകൾക്കായി ജിംനേഷ്യവും യാഥാർത്ഥ്യമാക്കാൻ പഞ്ചായത്ത് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. ഇതിനായി കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടും ലഭ്യമാക്കാൻ ശ്രമം നടന്നു വരികയാണ്. മൊത്തത്തിൽ 25 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി ചിലവഴിക്കുന്നത്. 42 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം 2022 ജൂൺ 22-ാം തീയതിയാണ് നടന്നത്. അന്നു മുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും നിലനിൽക്കുകയാണ്. ഇതിനെല്ലാം പരിഹാരമായാണ് പുതിയ പദ്ധതിയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അബ്ദുൽ അക്ബർ, വൈസ് പ്രസിഡന്റ് എം ദിവ്യ തുടങ്ങിയവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മുക്കം.